നമ്മുടെ ഷിബുവിന്റെ ബ്രൈറ്റ് ബി ആയിരുന്നു സോ ഞങ്ങൾ സർപ്രൈസ് ചെയ്തു. സർപ്രൈസ് എങ്ങനെയുണ്ട്? ഇത് പറഞ്ഞ് പറയിപ്പിച്ചാണ്. അല്ല ഇതിന്റെ വ്ലോഗർ ബാക്കിൽ നിൽക്കുന്നത് ഞങ്ങളുടെ ടീം മെമ്പേഴ്സ് ആണ്. പക്ഷെ ടിഎൽ എത്തിയിട്ടില്ല. ക്രിക്കറ്റർ ആയതുകൊണ്ട് ഭയങ്കര ഇന്ത്യൻ ടീമിലുള്ള കളി കൊച്ചിയിൽ കളിയില്ല ഗൈസ്. കൊച്ചിയിൽ അപ്പൊ നിങ്ങൾ അതിന്റെ വ്ലോഗ് കാണാം. അതെങ്ങനെയാണ് പാടിയാണ്? ആരാ ഇത്? എവിടെ ഷിബു? എവിടെ ഗൈസ്? ഇതാരാ? ഇതേതാ കുട്ടി? ഹായ്. വൈറ്റ് ഇടാൻ എന്റെ ആരും പറഞ്ഞിട്ടില്ല. ഷിബു എവിടെ? എനിക്കറിഞ്ഞു. മറിഞ്ഞ് വീണ്. ഇനി ബാക്കിയുള്ള ടീംസ് ഒക്കെ അവിടെ അത്രേ ഉള്ളൂ. ശ്വേതയൊക്കെ അവിടെ. ഒരാള് നല്ലൊരു റിയാക്ഷൻ ഇടണേട്ടാ. അടി റിയാക്ഷൻ കേട്ടോടി. ഓ നല്ലതുണ്ട്. പറഞ്ഞോളൂ, നിങ്ങൾക്ക് എന്തായി പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? നല്ലൊരു വീഡിയോ നല്ല രീതിയിൽ എങ്ങനെയൊക്കെ നല്ലൊരു വീഡിയോ പണ്ട് സെൻസൊക്കെ പിടിക്കും. നല്ലൊരു വീഡിയോ എടുക്കണേ. വേറെ നിങ്ങൾ വിളിക്കാം അവിടുത്തെ. അത് ആൽക്കഹോളാണ്. ഓ ഫോട്ടോഗ്രാഫർ. എടി അത് കഴിഞ്ഞിട്ട് ഇവിടെ സൂഫി മന്തി പോയിട്ട് മന്തി വാങ്ങിച്ചില്ലേ? അങ്ങനെയല്ലേ? എടി ഞാൻ കഴിച്ചിട്ടില്ല കേട്ടാ. ആ അതന്നെ, ആരും കഴിച്ചിട്ടില്ല. കേക്ക് എല്ലാരും വൈറ്റിട്ടോ. കൊടുക്കോ? പാട്ട് നിന്നടി ഗൈസ്, പാട്ട് നിന്നു. ഐപാഡാ? ആ കുട്ടി ആലേക്ക് ഈ തള്ളകൾ എന്തൊക്കെയാ ചെയ്യണത്? ഫോട്ടോഗ്രാഫർ മരിച്ചു ഫോട്ടോ എടുക്കുന്നുണ്ട്. എഴുതി വെക്കാ നീയാണെന്നുള്ളത്.
ഇവള് വേണ്ട, നീ വേണ്ട പോ. കുട്ടിനെ കാണാനില്ല, ചെറുത്. ഒരു ഫോട്ടോ എടുക്കാം. ഓ സിറിയെ വിളിക്കുള്ളൂ, നിനക്ക് വിളിക്കാൻ പറ്റൂല. ഇത് മുണ്ടൂല, ഈ കുട്ടി മുണ്ടൂല. എന്താ സ്ഥാനം? കുടിച്ചോ കുടിച്ചോ. കുടിച്ചോ കുടിച്ചോ. ഒരു 20 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് തരാത്ത നോക്കാം. ഞങ്ങളുടെ ഫേവറേറ്റ് സർവത്ത് ടവലൊക്കെ കെട്ടി കൊടുത്തിട്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ഷുഗർ സിസ്റ്റേഴ്സ്. അതാരണ്ട് ഈ പെണ്ണ്? ഇതേതടി ഇത്? മുടിയൊക്കെ ഇങ്ങനെ ഇട്ടത് എന്തൊക്കെ? ഷിബില ഒരു അഭിപ്രായം പറയൂ. ബ്ലോഗർ പ്ലീസ് മുന്നോട്ട് വരൂ. സ്റ്റെപ്പ് ഫോർവേഡ്. ഒന്ന് പറയൂ, അഭിപ്രായം പറയൂ. അഭിപ്രായം പറയൂ. എന്നാണ് താങ്കളുടെ ഇവിടെ നല്ല ബാക്ക്ഗ്രൗണ്ട് കേട്ടോ. അഭിപ്രായം പറയൂ ഗൈസ്, ഒന്ന് പറയൂ. അതെ, ആക്ടിങ് ആണ് ഇവിടെ ഒരുമാതിരി. ആക്ടിങ് എന്തൊക്കെയാ കാണിക്കണേ? ഒന്നും വീട്ടിലേക്ക് കൊണ്ടുപോയ മനസ്സിലായത് ഇവിടെ വെച്ചിട്ട് പോവില്ല എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുത്താണ് സാർ. അതെ, ഞങ്ങൾ പൈസ കൊടുത്തൊക്കെ മുതലാക്കും. ആൾക്കാർ വാരിയിരിക്കുന്നത് കേട്ടിട്ട് ഉണ്ടാക്കുന്ന പൈസയാണ് ഗൈസ്. അതെ, കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കുന്ന പൈസയാണ് ഗൈസ്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ പറഞ്ഞ കാര്യമില്ല. സൂഫിന്ന് മന്തി വാങ്ങിച്ചെന്നുണ്ടെങ്കിൽ ഉടനെ ഞാൻ വിടൂല. ലൈറ്റ് ആയിട്ടില്ലേ മട്ടൻ മന്തി. ആ അപ്പൊ പേരകനുണ്ട്, പേരകനുണ്ട്, പേരകനുണ്ടടി. ഒരു ബിരിയാണി 20. ഗൈസ്, അപ്പോൾ ഫൈനലി ബ്രൈറ്റ് ടു ബി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്.
അപ്പോൾ ഇനി കുറച്ച് മീൻസ് അതായത് നോർമൽ എങ്ങനെയാണെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞാൽ ബീച്ചിലൊക്കെ പോയിട്ട് കുറച്ച് പിക്സ് കാര്യങ്ങൾ അടിക്കുക, കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ബീച്ചിൽ വൈബാണ്. നമ്മൾ ഷുഗർ സിസ്റ്റേഴ്സ് ഇവിടെയാണ് നമ്മൾ ബ്രൈറ്റ് ടു ബി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത്. കറക്റ്റ് പറയുന്ന ആ ഒരു ആംബിയൻസ് ഇത് നോക്കിക്കോ, കറക്റ്റ് ആംബിയൻസ് ആയിരുന്നു. അപ്പോൾ ബ്രൈറ്റ് ടു ബി ഒക്കെ കഴിഞ്ഞിട്ട് മന്ദം മന്ദം നടന്നുകൊണ്ടിരിക്കുകയാണ് യുവതികൾ. ടാൻ 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 ടാൻ. നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഈ കുട്ടിക്ക് എന്താണ് പറയാനുള്ളത്? ഞങ്ങൾക്ക് ബലൂൺ കിട്ടിയ ഹാപ്പി ഇത്. ഇടിന്നി എവിടേക്കാ? ആരിന്റെ ഫോട്ടോ എടുക്കുന്നത്? നീ എന്താ ഇതൊക്കെ എവിടെ നിന്ന് തൂക്കിട്ട് വന്നത്? അതെന്താ? ഇത് നമുക്കുള്ളതാണ്. ഫോട്ടോ എടുക്കാനാ? ഇതെന്താ അത്? അവിടെ നിന്ന് നന്നായി നല്ല ലൈറ്റ്. ഇവര് ഇതൊക്കെ എടുത്തിട്ടാ പോട്. ഇതൊക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനി എവിടേക്കാണ്? ബീച്ചിൽ ഇതും കൊണ്ടാ? എന്നാ മറ്റേ ഇതിന് ബ്രൈറ്റ് ട്യൂബിന്റെ ഇതെടുക്കായിരുന്നു. ഗൈസ് ഇതേ ബലൂണൊക്കെ ഇവിടെ നിന്ന് മോഷ്ടിച്ചിട്ടുണ്ട് സംഭവം. ഇനി അതിനുള്ള പേയ്മെന്റ് ഒക്കെ കൊടുക്കേണ്ടി വരും. ഇനി ഇതും കൊണ്ടാണ് ബീച്ചിൽ പോണതാണെന്നൊക്കെ പറയണേ. എനിക്കൊന്നും അറിയത്തില്ല. ഇറ്റ്സ് എ ഗുഡ് സ്പോട്ട് ബ്രോ. നല്ല രസമുണ്ട്. ഇതൊക്കെ ഈ ഫോണിലോട്ട് നോക്കി ചിരിക്കി. അതിനിഷ്ടായി. ഇത് അവിടുന്ന് അടുത്ത വേറെന്തൊക്കെയോ എടുത്തിട്ട് നാളെ പോയിട്ട് വർക്ക് ചെയ്യേണ്ടതല്ലേ? എടാ ഇത് എത്രണ്ണുണ്ട്? എടി ഇതൊക്കെ എടുത്ത് അവര് ഇനി നിങ്ങൾ ഇതാക്കൂലാട്ടാ. ആ ശരി പൊയ്ക്കോളി, എല്ലാരും പൊയ്ക്കോളി. ആ നമ്മളെവിടേക്കാ പോണേ? ആ പിന്നെ ഫൈനലി നമ്മള് ബീച്ച് എത്തിയിരിക്കുകയാണ്. ദ ബ്രൈഡ് അവിടെ ഉണ്ട്. നെക്സ്റ്റ് എല്ലാവരും കൂടെ വന്നിട്ട് ഷൂട്ട്. എന്താ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തിൽ? ആ ബലൂൺ പിടിച്ചപ്പോൾ എന്താണ് പറയാനുള്ളത്? അതും കൂടെ കൊണ്ടുവരണമായിരുന്നില്ല? എന്നിട്ട് ഇങ്ങനെ ബലൂണ് ഗൈസ്. അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ട്. അപ്പോൾ ഷിപ്പിൽ തന്നെ അവൻ്റെ ഇടയിൽ നിന്ന് നിർത്തിയിട്ട് ബ്രൈറ്റ് ടു ബി പറയാനാണ്. സെൻട്രൽ ഇങ്ങനെ ബ്രൈറ്റ് ടു ബി. ഗൈസ് വി ആർ ഓൺ കാലിക്കറ്റ് ബീച്ച്. കുറച്ച് സായിപ്പന്മാർ അവിടെ ഉണ്ട്. ഗൈഡ് രൂപത്തിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. നമ്മുടെ പിള്ളേരപ്പോൾ എവിടെ നിന്നോ മറ്റേ ബലൂണൊക്കെ എടുത്തിട്ട് എവിടെ നിന്നൊക്കെയോ വരുന്നുണ്ട്. ഞങ്ങളുടെ കയ്യിൽ തന്നതായിരുന്നു, പക്ഷെ നമ്മൾ തന്ത്രപൂർവം ഒഴിവാക്കിയിട്ട്. അപ്പോൾ ഇവർ ഫോറിനേഴ്സിൻ്റെ അടുത്ത് ജസ്റ്റ് സ്റ്റാർബക്സിൽ നിന്ന് ചായ കുടിക്കണമെന്ന് വെച്ചാൽ ഇല്ല വേറെ അല്ല തട്ടുകടിയിൽ നിന്നൊക്കെ കുടിക്കാമെന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുക. ആ ടീംസ് എത്തിയിട്ടുണ്ട് ഗായ്സ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് അവരെ കുറിച്ച്? കാർഡ് ബലൂൺ വിൽക്കുന്ന ആൾക്കാരെ അവര്. അതായത് ഒരു ബ്രൈറ്റ് ടു ബിക്ക് അവിടെ സെറ്റ് ചെയ്താൽ ഈ ജാൻവിയാണ് ഏറ്റവും മെയിൻ. ടിക്കിന് ബലൂൺ ഇല്ലെങ്കിൽ കറക്റ്റാവില്ല എന്ന് പറഞ്ഞത്. ചേച്ചി ബലൂൺ വെക്കാൻ വന്നാണോ? ആ 10 രൂപ. എത്ര ബലൂൺ എത്ര ചേച്ചി? ആ എന്ത് ആണോ? അപ്പൊ എന്താ പറഞ്ഞ? എടേ അത് സെയിലാക്കായിരുന്നില്ലേ? ബാക്കി ടീംസ് എവിടെ? അഴേ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ നിമിഷത്തിൽ? നിങ്ങൾ പക്ഷെ കൊള്ളാം. എത്ര ശരിക്കും പറ, എത്രയാണ് പറയും? ബലൂൺ എത്രയാ? ഇതെല്ലാം കൂടെ ആണോ? ഞങ്ങള് വന്ന് ഇറങ്ങിയത് ബലൂൺ കൊണ്ടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ടോ. ബലൂണൊക്കെ കൊണ്ടുവരുമ്പോ കുറച്ച് കച്ചവടക്കാര് വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നാണ് പറയുന്നത് കേട്ടത്.
എടി ഇവരിനെയൊക്കെ വിളിക്കുക ആരനെ ഈ ഫോറിനേഴ്സിനെയൊക്കെ വിളിച്ചിട്ടേ ഫോറിനേഴ്സിനെയൊക്കെ വിളിച്ചിട്ടേ ഷിബുവിനെ സെന്ററിൽ നിർത്തിട്ട് മിണ്ടാതിരുന്ന നല്ല രസമുണ്ട്. നീ വിളിക്കും നീ എടി ഇവളുടെ അടുത്തൊന്നും പറയില്ലേട്ടാ, അവള് പോയി വിളിക്കണ്ടാ. എടി ആ ചാക്ക് എടുത്തിട്ട് വാ ഷിബു. ഇതെന്താ ഉദ്ദേശിക്കണേ? ആ ബലൂൺ കൊണ്ടുവന്ന് നന്നായില്ലേ. സെറ്റിംഗ് ദ അറേഞ്ച്മെന്റ്സ് എല്ലാം സെറ്റ് ചെയ്യാം. ഹലോ ഇരിക്കേ. രസമില്ല. ഓ ഗൈസ് ഫാൻസ് ആയിട്ടുണ്ട്. ഫോറിനേഴ്സ് ഒക്കെ വന്നിട്ട് വിക്കെടുക്കട്ടെ അത് ക്യാബില്. Okay, I'll try and remember. ഫേമസ് ആയിക്കണ്. എടുത്തെടുത്ത് വേണോ? എന്നാലും ഷിബില ഫേമസ് ആയില്ലടി. ന്യൂയോർക്ക് വരെ എത്തിയിരിക്കുന്നു. കറങ്ങുന്നില്ലല്ലോ അത്. കറങ്ങൂലല്ലോ. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് നിങ്ങള്? ഹലോ 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 ഗൈസ് ഇതിന്റെ ഒരു ഫോട്ടോഷൂട്ടിന് ഒരു അന്ത്യമില്ല. ഗൈസ് അവിടെ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? നിങ്ങൾ എന്താ നോക്കുന്നത്? ഫൈനലി നമ്മളുടെ ബ്രൈഡ് ടു ബി ഷൂട്ട് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ബ്രൈഡിന് എന്താ പറയാനുള്ളത്? പറഞ്ഞോളൂ. അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല. സംഭവം ഇപ്പൊ നമ്മളെ കൂടെയുള്ളവർക്ക് പാരഗൺ ബിരിയാണി വാങ്ങിച്ചു കൊടുക്കാതെ പറഞ്ഞിട്ടുണ്ട്. കാണിച്ചു കൊടുക്കും. ഇവിടുത്തെ പാരഗൺ തന്നെയാണ് ഈ പാരഗൺ. ജസ്റ്റ് ഒരു 270 സംതിങ് ഉണ്ടാവുള്ളൂ ഒരു ബിരിയാണിക്ക്. എനിക്ക് ബ്രൈഡ് ടു ബി ആണ് തിരിച്ചെടുത്തോളൂ ഇതൊക്കെ. അപ്പോൾ നമ്മളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഇനി അടുത്ത് ഫുഡ് കഴിക്കുക ആണല്ലോ അല്ലേ? ഫുഡ് കഴിക്കാം. എവിടെന്നാ? സ്റ്റാർബക്സിന് ഒന്നുമില്ല, ബിരിയാണി ഒന്നും വേണ്ട പറഞ്ഞോ. സ്റ്റാർബക്സിൽ ഒരു ചെറിയൊരു ചായ, കോഫി. അടുത്തതായിട്ട് ക്യാമറമാൻ ജാൻവിക്ക് എന്താ പറയാ? നമ്മുടെ ക്യാമറമാൻ ബിഹൈൻഡ് ദ ക്യാമറ ഞാനായിരുന്നു ഗൈസ്. വിശക്കുന്നുണ്ട്, അതായിരുന്നു പറയാനുള്ളത്. പാരഗൺ കഴിച്ചാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എന്താണ് താങ്കളുടെ അഭിപ്രായം? എന്താണ്? നല്ല അഭിപ്രായങ്ങളാണ്. ഗൈസ് ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ വ്ളോഗ് കോർപ്പറേഷനിൽ ആരെങ്കിലും കാർഡ് അടയ്ക്കല് ഇപ്പോൾ ബലൂൺ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിയിൽ എവിടെയെങ്കിലും വെക്കടി. എടുത്തോ അതെടുത്ത് കൊടുക്ക്. എന്തിന് അവരത് തൂക്കി കൊണ്ടുപോവോ? ഗൈസ് അപ്പോൾ മറ്റേ എടി മറ്റേത് ഇവർക്ക് കൊടുക്കടി. ഫോറിനേഴ്സിന് കൊടുക്ക. എടാ ബലൂണ് നീ ഇടയിൽ പോ. ഇങ്ങനെ ഇടയിൽ അതിൻ്റെ കൂടെയാണ്. ഞാൻ നിങ്ങളുടെ ടീമാണ് പറയും. ഫൈനലി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കൊണ്ടുപോവുകയാണ്. നിങ്ങൾക്ക് എന്താ പറയാനുള്ളത് ഈ ഒരു നിമിഷത്തില്? എന്താണ് ഷിബില മാമിയുടെ ബ്രൈഡ് ടു ബി? പറഞ്ഞോളൂ, എന്തെങ്കിലും മൊഴിയോ? ശരി എന്നാ വേണ്ട, കുഴപ്പമില്ല. എന്ത്
മുന്തിരി ജ്യൂസ്. നിങ്ങളൊരു ഗ്യാങ് ആണോ? അവരൊറ്റയ്ക്കാണ് വന്നത്. ഇവര് സൈക്കിളും കൊണ്ട് വന്നപ്പോ നമ്മൾ ഇവിടെ എത്തുമ്പോ ഒരു നല്ലൊരു ഫോട്ടോ ഇട്ട് സ്റ്റോറി ഇടാന്ന് വിചാരിച്ചു. എന്തൊരു ഏർപ്പാടാണ് നിങ്ങൾ പറയും. മോശമായി പോയില്ലേ നീ പറ, മോശമായി പോയില്ലേ പറ. ഗൈസ്, അപ്പോൾ ഫൈനലി നമ്മൾ ഫോട്ടോ എടുത്ത് നമ്മുടെ ബ്രൈഡിനെ കാണാണ്ടായിട്ടുണ്ട്. ബ്രൈഡ് എവിടെ പോയെന്ന് നമുക്ക് അറിയത്തില്ല. ഇനി ഫുഡ് മറ്റേ ട്രീറ്റ് തരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ട് പോയതായിരിക്കില്ലേ, അതാണ് എനിക്ക് തോന്നുന്നത്. ഫുഡ് വാങ്ങിക്കാം മറ്റേ പേരകളിൽ പോകാമെന്ന് പറഞ്ഞതുകൊണ്ട് പോയതാണെന്ന് തോന്നുന്നു. ബ്രൈഡിനെ കാണാനല്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ പോയി വേറെ ഡ്രസ്സ് മാറ്റിയിട്ട് വന്നിട്ട് ഇതാ വെള്ളത്തിൽ കിടക്കാൻ പോയിരിക്കുക. ഇതിനിടയിൽ അവർ ഫുഡ് വാങ്ങിച്ചു തരേണ്ട കാര്യങ്ങൾ മറക്കുന്നുണ്ട് അല്ലേ? എടി, അത് പട്ടണത്തിൽ ആദ്യമായിട്ടാ പിള്ളേര്. എനിക്കത് കടല് കാണിച്ചു തരുമോ അതൊക്കെ? അതാ ഇതില് ചക്കരക്കിളി ഇടണം. കുട്ടികളെ ഓടുന്ന നോക്കി, ഈ തള്ളി എന്തിനാ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണേ? അയ്യേ, മോശം. ഫൈനലി ബീച്ചിൽ നിന്ന് ഇറങ്ങാൻ നമ്മള്. വി ആർ ഓൺ ആദാമിന്റെ ചായക്കട. ഫസ്റ്റ് ടൈമാണ് അവിടെ കാലിക്കറ്റ് ഉണ്ടായിട്ട് ആദാമിന്റെ ചായക്കടയിലാണ്. കേറിക്കോളിയും നല്ലോണം തിന്നോളിയും. ഇത് കൊള്ളാലോ. ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ ഇവരെയൊക്കെ. അപ്പോൾ വി ആർ ഓൺ ആദാമിന്റെ ചായക്കട. ജാനു പറഞ്ഞോളൂ. ജാനുവിന്റെ ചെലവല്ലെന്ന് അല്ല, ഷിബിലയുടെ ചെലവാണോ? എന്റെ ഒരു 4 കൊല്ലം കഴിഞ്ഞാൽ ഉണ്ടാവുന്ന പിള്ളേർക്ക് ഞാൻ ഇപ്പോഴേ ചെലവ് കൊടുക്കാം. ഓ, ഹേ സിറി ഒക്കെ എന്താണ്? എനിക്ക് മാത്രം ഫുഡ് കിട്ടിയില്ല.